ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് UK സ്റ്റുഡൻറ്റ് വിസയിലെത്തി സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി കിട്ടിയ രമ്യ കൃഷ്ണനാണ്. രമ്യ കൃഷ്ണൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഹായ് രമ്യ, നമുക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഹായ്, എൻ്റെ പേര് രമ്യ കൃഷ്ണൻ. ഞാൻ നാട്ടിൽ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത്. നാട്ടിൽ ഞാൻ MSc മാത്തമാറ്റിക്സ് ആണ് പഠിച്ചത്. എന്നിട്ട് അവിടെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. പിന്നെ ഇവിടെ 2021 ടീസൈഡിൽ MSc ഡാറ്റ സയൻസ് കോഴ്സിന് ജോയിൻ ചെയ്തു. 2023 കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് ഞാനിപ്പോൾ ആക്സെഞ്ചറിൽ മോഡേൺ എൻജിനീയറിംഗ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം ലൈക്ക് സോഫ്റ്റ്വെയർ എൻജിനീയറാണ്, അങ്ങനെ ജോയിൻ ചെയ്തു. UK ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റായി വന്നപ്പോൾ സ്വന്തം പ്രൊഫഷണൽ ഒരു ജോലി സ്വപ്നം കണ്ടാണ് വന്ന് അതിനു വേണ്ടി എന്തെങ്കിലും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടോ? എല്ലാവരെ പോലെ ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് സെയിം ഫീൽഡിൽ തന്നെ ജോലി കിട്ടണം എന്നുള്ളത്. ഹാർഡ് വർക്കിംഗ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് അല്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് കോൺസെൻട്രേഷൻ ഫുള്ള് പഠിത്തത്തിലായിരുന്നു. പിന്നെ പഠിത്തം കഴിഞ്ഞിട്ടാണ് ഞാൻ അതിന് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത്. UK വന്നിട്ട് ഫസ്റ്റിൽ തന്നെ അപ്ലൈ ചെയ്തിട്ട് കിട്ടിയ ജോബാണ് ഇത്, അതെയോ ഇതിനു മുമ്പ് ഒരുപാട് ജോബിന് അപ്ലൈ ചെയ്തിട്ടുണ്ടോ? അതിൻ്റെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ആക്സെഞ്ചർ ഫസ്റ്റ് ജോബല്ല, ഫസ്റ്റ് അപ്ലൈ ചെയ്തതല്ല. ഞാൻ ഒത്തിരി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ കോഴ്സ് കഴിഞ്ഞ മുതൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയതാണ്. അങ്ങനെ കുറേ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സാധാ ഡയറക്റ്റ് പോസ്റ്റ് പോലെയല്ല, കുറച്ച് സ്റ്റേജസ് കൂടുതലാണ്, ഇൻ്റർവ്യൂ സ്റ്റേജസ് കൂടുതലാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് തന്നെ ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട്. അതൊരു ഓൺലൈൻ അസസ്മെൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഡെയിലി എല്ലാ ജോബ്സിനും അപ്ലൈ ചെയ്യും. അതുകൂടാതെ ഒരു 4-5 ഓൺലൈൻ അസസ്മെൻറ്റ് മാത്രം ഡെയിലി ചെയ്യുമായിരുന്നു, ഒരു പ്രാക്ടീസിന് എങ്ങനെയാണെന്ന് അറിയാനൊക്കെ ആയിട്ട്. ഓരോ കമ്പനിയുടെയും കുറേ റിജക്ഷൻ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ആക്സെഞ്ചർ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയത്. പക്ഷെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്ന ഒരു അസസ്മെൻറ്റ് സെൻറ്റർ ഉണ്ട്. അതൊരു ഓൾമോസ്റ്റ് 1 ഡേ ഒരു ഇൻ്റർവ്യൂ പ്രോസസ്സാണ് അത്. പക്ഷെ ആക്സെഞ്ചറിന് മുമ്പ് എനിക്ക് നാഷണൽ ഗ്രിഡ് എന്ന് പറയുന്ന കമ്പനിയിൽ കിട്ടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അത് വെച്ചിട്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്തത് ശരിക്കും ആക്സെഞ്ചറിൽ. അങ്ങനെയാണ് ആക്സെഞ്ചറിൽ ജോബ് ലഭിച്ചത്. ഓക്കെ രമ്യ, ഇവിടുത്തെ മാസ്റ്റേഴ്സ് പ്രോഗ്രാം ചെയ്തതിനൊപ്പം തന്നെ യൂണിവേഴ്സിറ്റി എന്തെങ്കിലും ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം തന്നിട്ടുണ്ടോ? അതെയോ ഇതിനു വേണ്ടി എന്തെങ്കിലും പ്രിപ്പറേഷൻസ് സ്പെഷ്യലായിട്ട് ഈ ജോബ് സെർച്ചിങ്ങിന് വേണ്ടി എന്തെങ്കിലും ആഡ് ഓൺ കോഴ്സുകൾ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും സർട്ടിഫൈഡ് കോഴ്സുകൾ കാര്യങ്ങളൊക്കെ? ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ഇൻറ്റേൺഷിപ്പ്, അതെല്ലാവർക്കും ഉള്ള ഇൻറ്റേൺഷിപ്പ് തന്നെയാണ്. അത് യൂണിവേഴ്സിറ്റിയിലല്ല ചെയ്തത്, നമ്മുടെ യൂണിവേഴ്സിറ്റി തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന വേറെ കമ്പനിയിലാണ് ചെയ്തത്. പക്ഷെ കോഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ ഇൻറ്റേൺഷിപ്പും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ നമ്മളൊരു ഫ്രഷർ ആയതുകൊണ്ടും ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോഴ്സുകൾ ചെയ്തിരുന്നു. കോഴ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിച്ച സെയിം സാധനമല്ല. ഇപ്പോൾ ഞാൻ അവിടെ പ്രോഗ്രാമിംഗ് പഠിച്ചിട്ടുണ്ടെങ്കിൽ 6 തന്നെയല്ല ഞാൻ എടുക്കാൻ ശ്രമിച്ചത്. ഞാനപ്പോൾ ജോബ്സ് എല്ലാം നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ട സ്കില്ല് ഏതാന്ന് നോക്കിയിട്ട് അതാണ് എടുത്തത്. അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ SQL ചെയ്തായിരുന്നു, ഓൺലൈൻ കോഴ്സ് പോലെ. അങ്ങനെ എപ്പോഴും കോഴ്സുകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഓൺലൈനായിട്ട് എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ജോബ്സും അപ്ലൈ ചെയ്യുമായിരുന്നു. അല്ലാതെ ഇൻറ്റേൺഷിപ്പ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. രമ്യ, UK ജോബുകൾക്ക് എക്സ്പീരിയൻസ് മസ്റ്റ് ആണല്ലോ. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള എക്സ്പീരിയൻസ് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും എബ്രോഡിലുള്ള എക്സ്പീരിയൻസ് നമ്മുടെ ഇവിടുത്തെ കമ്പനികൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് കൗണ്ട് ചെയ്യുമോ? അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് രമ്യക്ക് കിട്ടിയിട്ടുണ്ടോ? അത് ഡിപ്പെൻസ് ആണ്. കാരണം ഇതെന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത് ബേസിക്കലി ഫോർ ഫ്രഷേഴ്സ് ആണ്. അപ്പോൾ അവർക്ക് ബാക്ക്ഗ്രൗണ്ട് ഈ എക്സ്പീരിയൻസ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ അതേസമയം നമ്മളൊരു ഡയറക്റ്റ് പോസ്റ്റ്, ഇപ്പോൾ ഡാറ്റ സയൻറ്റിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിട്ടോ ഒക്കെ ആണെങ്കിൽ അവർക്ക് ബാക്ക്ഗ്രൗണ്ട് ആ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. പക്ഷേ ഈ കേസിൽ നമുക്കിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് അതില്ലെങ്കിലും നമ്മുടെ ഒരു സ്കിൽസ് വെച്ചാണ് ഇവർ അത് വെരിഫൈ ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ ജോബിൻ്റെ കേസിൽ ഫ്രഷേഴ്സ് ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഇപ്പം എന്താണോ നിലവിൽ നമ്മൾ ലൈക്ക് ഇപ്പോൾ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ടാണ് വന്നെങ്കിൽ ആ മാസ്റ്റേഴ്സിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്താൽ മതി. അവിടുത്തെ സ്കിൽസ് എൻഹാൻസ് ചെയ്ത് കാണിച്ചാൽ മതി ജോബ് കിട്ടുക, പ്രത്യേകിച്ച് ഗ്രാജുവേറ്റ് പ്രോഗ്രാം ജോബ്സിന്. രമ്യ, ഏതൊരു ജോലിക്ക് നല്ലൊരു CV പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു ജോലിക്ക് വേണ്ടി അതിൻ്റെ CV എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറയാമോ? ഫസ്റ്റ് നമ്മൾ ഓഫ് കോഴ്സ് CV ഉണ്ടാക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇങ്ങനത്തെ പ്രോഗ്രാമിന് നമ്മൾ എല്ലാം മാനുവലി എൻ്റർ ചെയ്ത് കൊടുക്കണം. ലൈക്ക് നമ്മുടെ 10ാം ക്ലാസ്, +2, ഡിഗ്രി, MSc എല്ലാം മാനുവലി നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് CVക്ക് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ CV, നമ്മളൊരു ഡാറ്റ സയൻസ് ഗ്രാജുവേറ്റ് ആണെന്നുള്ള ഒരു പർട്ടിക്കുലർ CV മാത്രം മതി. ഈ ഒരു ജോബിന് വേണ്ടി രമ്യ ഏതൊക്കെ ജോബ് പ്ലാറ്റ്ഫോംസ് ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്? ഞാൻ അപ്ലൈ ചെയ്ത പ്ലാറ്റ്ഫോം കൂടുതലും ഗ്ലാസ് ഡോറും
ഗ്രാഡ് ക്രാക്കർ എന്ന് പറയുന്ന 2 സൈറ്റ് വഴിയാണ്. ഗ്ലാസ് ഡോറിൽ അവർ റെഗുലർലി ഇങ്ങനെ എന്തെങ്കിലും ജോബ്സ് ഉണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യും. അതുകൂടാതെ ഗ്രാഡ് ക്രാക്കറിലാണെങ്കിൽ എല്ലാ മൺഡേയ്സും നമുക്കൊരു നോട്ടിഫിക്കേഷൻ പോലെ ഏതൊക്കെ കമ്പനീസ് ആണ് ഇങ്ങനത്തെ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാംസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണേ എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ഞാൻ നോക്കിയിരുന്നത് നമ്മുടെ UK ഗവൺമെന്റ് സൈറ്റിൽ ഇതേപോലെ ഗ്രാജുവേറ്റ് ജോബ്സ് അവർ പോസ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് ഞാൻ അക്സെഞ്ചറിന്റെ അപ്ലൈ ചെയ്യുന്നത്. രമയുടെ ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പോസ്റ്റിലേക്ക് എത്തിപ്പെടാനുള്ള പ്രൊസീജിയർ കാര്യങ്ങൾ, അതിൻ്റെ ഇൻ്റർവ്യൂ ടെക്നിക്സ് കാര്യങ്ങൾ, എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് നടത്തിയത്, ഏതൊക്കെ സ്റ്റേജസ് ആണ് ഇൻ്റർവ്യൂസിനുള്ളത്, അതിനെപ്പറ്റിയൊക്കെ ഒന്ന് വിശദീകരിച്ച് പറയാമോ? ആക്സെഞ്ചറിന്റെ അവിടുത്തെ ആകെ ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞത് നമുക്ക് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയണം എന്നുള്ള ഒരു കാര്യമാണ് അവരുടെ മെയിൻ ഫോക്കസ് ആയിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ അപ്ലൈ ചെയ്തു. പിന്നെ ഫസ്റ്റ് നമുക്ക് വരുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഓൺലൈൻ എക്സാം ആണ്. അത് ലൈക്ക് നമ്മുടെ ന്യൂമറിക്, വെർബല്, അങ്ങനെ കുറച്ച് സംഭവങ്ങളുള്ള ഒരു ഓൺലൈൻ എക്സാം പോലെ. അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്കൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതൊരു ഹയർ വ്യൂ ഇന്റർവ്യൂ എന്ന് പറയുന്ന സംഭവമാണ്. ലൈക്ക് ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ അല്ല, റെക്കോർഡഡ് ടൈപ്പാണ്. ക്വസ്റ്റ്യൻസ് അവർ നമ്മളോട് ചോദിക്കും, നമുക്ക് 1 minute പ്രിപ്പറേഷൻ ടൈം ആൻസർ ചെയ്യുക. അതായിരുന്നു ആ ഒരു ഇന്റർവ്യൂ. ഒരു 5 ക്വസ്റ്റ്യനോ 6 ക്വസ്റ്റ്യനോ കണ്ടാണ് അതിനുണ്ടാവുക. അത് കഴിയുമ്പോഴാണ് ഞാൻ പറഞ്ഞ പോലെ അസസ്മെന്റ് സെന്റർ. അതാണ് ഒരു ഓൾമോസ്റ്റ് ഒരു ഹാഫ് ഡേ ഇന്റർവ്യൂ പ്രോസസ്സാണ്. അത് കുറച്ച് നല്ല അത്യാവശ്യം പ്രിപ്പറേഷൻ വേണ്ട ഒരു ടൈമാണത്. അതിൽ നമുക്ക് ഡിപ്പെൻസ് ഓൺ കമ്പനിയാണ്, സ്റ്റേജസ് ഡിഫറെൻ്റ് ഉണ്ടാവും. ആക്സെഞ്ചറിന്റെ കേസിൽ എനിക്കുണ്ടായിരുന്ന ഒരു ഗ്രൂപ്പ് എക്സസൈസ് ഉണ്ടായിരുന്നു. ഗ്രൂപ്പായിട്ട് നമുക്കൊരു ടാസ്ക് തരും, അത് കംപ്ലീറ്റ് ചെയ്യണം. സൊല്യൂഷൻ അല്ല നോക്കുന്നത് അവർ. ബേസിക്കലി ആസ് എ ടീം നമ്മൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്തു ആ ഒരു പ്രോബ്ലം എന്നുള്ളതാണ് അവർ നോക്കുന്നത്. പിന്നെ എനിക്കൊരു പ്രസന്റേഷൻ, അത് അവർ പറയും എന്താണ്. എനിക്കുണ്ടായിരുന്നത് ഒരു AI ടൂളിനെ പ്രസന്റ് ചെയ്യാനായിരുന്നു. അതൊരു 10 minute പ്രസന്റേഷൻ. പിന്നെ അതിന് റിലേറ്റഡ് ചെയ്തിട്ട് അവർ കുറേ ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കും. അതിനുശേഷം ഒരു 45 minute ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അത് നമ്മുടെ സ്റ്റാർ ബേസ്ഡ് ഇന്റർവ്യൂ ആണ്. അത് എല്ലാവർക്കും അറിയാവുന്ന ടൈപ്പ് ഇന്റർവ്യൂസ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റാർ ബേസ്ഡ് ഇന്റർവ്യൂസ്. അതൊരു 12 ക്വസ്റ്റ്യനോളം ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷമാണ് ടാസ്കുകൾ. അത് ആക്സെഞ്ചറിന് എനിക്ക് തോന്നുന്നു 4 ടാസ്ക് കണ്ടുണ്ടായിരുന്നു. ലൈക്ക് എന്തോ ക്ലയന്റിനെ എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യും, ഒരു ഗ്ലോബൽ പ്രൊജക്ട് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക, അങ്ങനത്തെ കുറെ ടാസ്കുകളാണ്. ഇതായിരുന്നു ശരിക്കും ആക്സെഞ്ചറിന് ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ അപ്ലൈ ചെയ്ത പോസ്റ്റ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറും കൂടി ആയതുകൊണ്ട് അസസ്മെന്റ് സെന്റർ ക്ലിയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ടെക്നിക്കൽ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അത് വലിയ കാര്യമായിട്ട് അവർ ചോദിക്കില്ല, കാരണം നമ്മൾ ഫ്രഷർ ആണെന്ന് അവർക്ക് അറിയാം. സോ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് പ്രസന്റ് ചെയ്യാനായിരുന്നു. ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് പ്രോജക്റ്റ് തന്നെ പ്രസന്റ് ചെയ്തത്. പിന്നെ അതിനുശേഷം അവരൊരു കോഡിംഗ് ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചിരുന്നു. പക്ഷെ അതിലും നമ്മൾ കോഡിംഗ് ആയിട്ട് ടൈപ്പ് ചെയ്തൊന്നും കാണിക്കേണ്ട, ജസ്റ്റ് എങ്ങനെയാണ് ആ ആൻസർ കിട്ടുന്നേ എന്നുള്ളത്, നമുക്ക് എന്തെങ്കിലും അതിൽ അറിയാവോ എന്നുള്ളത് മാത്രമേ അവർ നോക്കുന്നുള്ളൂ. അവർ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ പഠിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യമാണ് അവർ അതിൽ നോക്കുന്നത് ബേസിക്കലി. അങ്ങനെയാണ് അക്സെഞ്ചർ എനിക്ക് കിട്ടിയത്. അസെഞ്ചർ പോലുള്ള കമ്പനിയിൽ ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന പോസ്റ്റിലേക്ക് എത്തിപ്പെടാനായിട്ട് ഈ MSc മാസ്റ്റേഴ്സ് ഇൻ ഡാറ്റ സയൻസ് കോഴ്സ് കൊണ്ട് മാത്രം എത്തിപ്പെട്ടതാണോ, അതെയോ ഈ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ആയതുകൊണ്ട് നമുക്ക് സ്പെഷ്യലി സർട്ടിഫിക്കേഷൻ വേറെ എന്തെങ്കിലും സർട്ടിഫൈഡ് കോഴ്സ് അവർ റിക്വയർമെൻ്റ് ആയിട്ട് ചോദിച്ചിരുന്നോ? ആക്സെഞ്ചർ മാത്രമല്ല, ഇവിടുത്തെ ഗ്രാജുവേറ്റ് പ്രോഗ്രാം എന്ന് പറയുന്ന എല്ലാ ടോപ്പ് കമ്പനീസ് അവർ പ്രൊവൈഡ് ചെയ്യും. ഇപ്പോൾ ലോയിഡ്സ് ബാങ്ക്, HSBC, നാറ്റ്വെസ്റ്റ്, ഷെല്ല്, ഇങ്ങനെ എല്ലാ ടോപ്പ് കമ്പനീസ് എല്ലാവരും പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ ഗ്രാജുവേറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ. അപ്പം അതിന് ബാക്ക്ഗ്രൗണ്ട് വേണം എന്നില്ല നമുക്ക്. ഇപ്പോൾ പക്ഷെ സോഫ്റ്റ്വെയർ പോലെയുള്ള ഒരു ഫീൽഡാണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ ഈവൻ നമുക്കതിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിലും നമുക്ക് അതിന് അപ്ലൈ ചെയ്യാം. അങ്ങനെ ഒരു സ്പെസിഫിക്കേഷൻ പറയുന്നില്ല. അതാണ് ഈ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന്റെ ഒരു ഗുണം. ഒരു ഫ്രഷേഴ്സിന് പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഡാറ്റ സയൻസ് പഠിച്ചത് കൊണ്ട് എനിക്കൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയാം. അതല്ല ഒരാൾക്ക് ഇപ്പോൾ വേറെ ബാക്ക്ഗ്രൗണ്ട് ആണ്, പക്ഷെ അവർക്ക് കമ്പ്യൂട്ടറിന് എന്തെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയെങ്കിൽ അവർക്കും അപ്ലൈ ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല. അവർ അതിനായിട്ടുള്ള സഫീഷ്യന്റ് ട്രെയിനിങ്ങും കാര്യങ്ങളും നമ്മൾ അവിടുത്തെ ഒരു എംപ്ലോയി ആക്കി അവർ മാറ്റുകയാണ്, കൺവേർട്ട് ചെയ്യാണ്. എല്ലാ ട്രെയിനിങ്ങും അവർ പ്രൊവൈഡ് ചെയ്യും. ഞാൻ ഓൾറെഡി പറഞ്ഞു, എനിക്കിപ്പോൾ ഈ ജാനുവരിയിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും എന്നെ ഓഗസ്റ്റ് മുതലേ അവർ പ്രിപ്പയർ ചെയ്യിപ്പിക്കുക. കുഞ്ഞു കുഞ്ഞു കോഴ്സുകളും കാര്യങ്ങളൊക്കെ തന്ന് നമ്മളെല്ലാം ചെറുതാക്കിയിട്ട് എല്ലാം മനസ്സിലാക്കിയിട്ടാണ് അവർ ഓൺ ബോർഡ് കയറ്റുന്നത്. ഇനി അവിടെ ചെല്ലുമ്പോഴും എനിക്ക് ട്രെയിനിങ് ഉണ്ട്, നല്ല ട്രെയിനിങ് തരും. ട്രെയിനിങ് തന്നിട്ട് കംപ്ലീറ്റ്ലി എന്നെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് അവർ കൺവേർട്ട് ചെയ്യണം. അപ്പൊ അതിനെ പറ്റിയിട്ട് നമ്മൾ വെറീഡ് ആവണ്ട. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ബട്ട് ഒരു ലാംഗ്വേജ് അറിയുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്ക് ഇപ്പൊ ഇതേപോലെ ടെക്നിക്കൽ ഇന്റർവ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ
അത് സുഖമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ പർട്ടിക്കുലർ സ്കിൽസ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, വേറെ കോഴ്സൊന്നും പഠിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. രമ്യ നാട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന്, ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നാട്ടിൽ വർക്ക് ചെയ്തതും നമ്മുടെ UK ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതുമായിട്ട് എന്തെങ്കിലും വർക്കിംഗ് കൾച്ചറിൽ എന്തെങ്കിലും ഡിഫറൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടോ? അതിനെപ്പറ്റി ഉണ്ടായ ഒരു എക്സ്പീരിയൻസോ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുമോ? ഞാനിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് അത് പറയാൻ അത്ര ആയിട്ടില്ല. എങ്കിലും നാട്ടിലെ വെച്ച് നോക്കുമ്പോൾ ഒത്തിരി വ്യത്യാസമുണ്ട്. നാട്ടിൽ നമ്മൾ ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞാലും നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ടാർഗറ്റ് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യണം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ആ പർട്ടിക്കുലർ ടൈം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമ്മുടെ ലാപ്ടോപ്പ് ക്ലോസ് ചെയ്ത് വർക്ക് കഴിഞ്ഞോളാം, അല്ലെങ്കിൽ നമുക്ക് ഇറങ്ങാം എന്നുള്ള ഒരു രീതിയാണ് ഇവിടെ. പിന്നെ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്. നമുക്കിപ്പോൾ എന്ത് കാര്യമാണെങ്കിലും ഇപ്പം എനിക്കിപ്പോൾ പറ്റില്ല, എനിക്കൊന്ന് വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഒരു സിറ്റുവേഷൻ, അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവരത് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. അവർ നമുക്ക് അതിന് വേണ്ടിയിട്ട് എല്ലാം പ്രൊവൈഡ് ചെയ്യും. പിന്നെന്ന് പറഞ്ഞാൽ കൂടുതൽ ഹെൽപ്ഫുൾ ആണ് എല്ലാവരും. എന്ത് കാര്യം ചോദിച്ചാലാണെങ്കിലും, നമുക്ക് എന്ത് ഡൗട്ട് ചോദിച്ചാലാണെങ്കിലും, ഈവൻ ത്രൂ മെയിൽ ആണെങ്കിലും ഡയറക്റ്റ് പേഴ്സൺ ആണെങ്കിലും ഒരു ഹെൽപ്ഫുൾ ആണ്. ഭയങ്കര നമ്മളെ കംഫർട്ടബിൾ ആക്കാനേ നോക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു IT പ്രൊഫഷനിൽ വർക്ക് ചെയ്തിട്ടില്ല എങ്കിൽ കൂടി നമ്മൾ എത്ര കംഫർട്ടബിൾ ആണ് അതിനുള്ള പ്രിപ്പറേഷൻ അവർ നേരത്തെ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് കഴിഞ്ഞ മെയിലാണ് ജോബ് ഓഫർ കിട്ടണമെങ്കിലും ഓഗസ്റ്റ് തൊട്ടിട്ട് എന്നെ പ്രിപ്പയർ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ആവശ്യമുള്ള കുഞ്ഞ് ട്രെയിനിങ്ങും ഓൺലൈൻ വഴി പ്രൊവൈഡ് ചെയ്യും. പിന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് അനലിസ്റ്റ് ഉണ്ടാവും, നമുക്ക് എന്ത് ഡൗട്ട് ചോദിക്കാനും. അങ്ങനെ നമ്മളെ കംപ്ലീറ്റ്ലി പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഓൺ ബോർഡ് കയറുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് കമ്പനീനെ പറ്റി അറിയാം. പിന്നെ അതുകൂടാതെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്കൊരു ന്യൂ ജോയിനേഴ്സ് മീറ്റപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഒന്നും കൂടി നന്നായിട്ട് ഡയറക്റ്റ് പരിചയപ്പെട്ടു. നമുക്കൊരു റിഫ്രഷ്മെന്റും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഭയങ്കര സുഖമായിട്ടാണ് തോന്നിയത്. അത്ര പ്രഷർ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. UK ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് അവരുടെ സ്വന്തം പ്രൊഫഷണലിൽ ജോലി നേടാനായി രമ്യക്ക് കുറച്ച് ടിപ്സോ കാര്യങ്ങളൊക്കെ കൊടുക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അവരെങ്ങനെയൊക്കെ ജോലി സെർച്ച് ചെയ്യണം, അതിനെപ്പറ്റി ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ PSW അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ജോബ് നോക്കി തുടങ്ങുക. കാരണം ലേറ്റ് ആക്കരുത്. ഇപ്പം ഇവിടുത്തെ എല്ലാ ജോബ്സും എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, നമ്മൾ ഇപ്പോൾ എക്സ്പീരിയൻസ്ഡ് അല്ലെങ്കിൽ അവർ അതിനായിട്ടുള്ള ട്രെയിനിങ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അത്രയും അവർ ക്യാഷ് സ്പെൻഡ് ചെയ്ത് നമ്മളെ ട്രെയിനിങ് തരുമ്പോൾ നമ്മൾ കേപ്പബിൾ ആയി എന്ന് അവർക്ക് തോന്നി, അവർ ഓഫ് കോഴ്സ് അതിന് നമുക്ക് വിസയും തരും. അപ്പോൾ നമ്മൾ PSWനെ വെച്ച് താമസിക്കുന്നതോടെ വിസയ്ക്ക് കാലാവധി കുറയുന്നതനുസരിച്ചാണ് അവർ നമ്മളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാത്തതും നമുക്ക് ഇൻ്റർവ്യൂസ് കിട്ടാത്തതും. അപ്പോൾ തുടക്കത്തിൽ തന്നെ ജോലിക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങുക. CVs അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ. CV അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സ്കിൽസിനനുസരിച്ച്, ജോബ് സ്കിൽസിനനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും കോഴ്സുകൾ ചെയ്യുക. എപ്പോഴും നമ്മൾ എന്തെങ്കിലും കോഴ്സുകൾ ചെയ്ത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ പിന്നെ ചെയ്തിരുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈവൻ ലൊക്കേഷൻ പോലും, ഇപ്പോൾ CVയിലാണെങ്കിൽ ലൊക്കേഷൻ പോലും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു ജോബ് ഇൻ്റർവ്യൂ കിട്ടണമെങ്കിൽ ലൊക്കേഷൻ അതിനനുസരിച്ച് ചേഞ്ച് ചെയ്ത് അതിന് നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു അഡ്രസ്സ് കൊടുത്ത് അങ്ങനെ വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ എനിക്കും പറയാനുള്ളൂ. സമയം അധികം കളയാതെ PSW കിട്ടിയ ഉടനെ തന്നെ അപ്ലൈ തുടങ്ങുക. ഈ ഗ്രാജുവേറ്റ് ജോബ്സിന് എന്തായാലും ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. നമുക്കൊരു ഓൺലൈൻ അസസ്മെന്റ് എന്തായാലും കിട്ടും. നമുക്ക് വിസ ഉണ്ടെങ്കിൽ, ഇപ്പോൾ 2 ഇയർ വിസ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അത് കിട്ടുമോ കിട്ടാതിരിക്കുക, ബട്ട് നമുക്കൊരു എക്സ്പീരിയൻസ് ആവും. തുടക്കത്തിൽ തന്നെ ചെയ്യുക എന്ന് തന്നെ എനിക്കും പറയാനുള്ളൂ. CVs അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഉറപ്പായും UK ജോലി അന്വേഷിക്കുന്ന ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് രമ്യയുടെ ഈ അഡ്വൈസും ടിപ്സും എല്ലാം ഉപകാരപ്പെട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും നല്ലൊരു പ്രൊഫഷണൽ ജോബിന് വേണ്ടി ട്രൈ ചെയ്യുക. താങ്ക് യു സോ മച്ച്.